എറണാകുളം പെരുമ്പാവൂർ കാഞ്ഞിരക്കാട് മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. ഇതര സംസ്ഥാനക്കാർ താമസിക്കുന്ന വീടുകളുടെ മുറ്റത്തോട് ചേർന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊൽക്കത്ത സ്വദേശികളുടെ കുട്ടിയെന്ന് സംശയം. വിവരങ്ങളുമായി അനിൽ ജോർജ് ചേരുന്നു. അനിൽ ജോർജ്, എപ്പോഴാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്? പോലീസിന്റെ അന്വേഷണം ഏത് നിലയ്ക്ക് പുരോഗമിക്കുകയാണിപ്പോൾ? ലക്ഷ്മി, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. മാലിന്യ കൂമ്പാരത്തിൽ നായ്ക്കൾ വലിയ തോതിൽ കടിപിടി കൂട്ടുന്നതും മാന്തുന്നതും ശ്രദ്ധയിൽപ്പെട്ട ആളുകൾ നോക്കുമ്പോൾ അവിടുന്ന് വലിയ തോതിൽ ദുർഗന്ധം ഉയരുന്നുണ്ടായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ അയൽവാസികളും നാട്ടുകാരും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ മാലിന്യ കൂമ്പാരത്തിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇത് ഇതര സംസ്ഥാന തൊഴിലാളികളായ ആളുകൾ കൂട്ടത്തോടെ താമസിക്കുന്ന കുറേ വീടുകളുണ്ട് ഈ ഭാഗത്ത്. ആ വീടുകളുടെ എല്ലാം ഏതാണ്ട് സമീപത്തായി ഉള്ള ഒരു മാലിന്യ കൂമ്പാരമാണ്. വലിയ തോതിൽ ഈ വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ അടക്കം അവിടെയാണ് ഇവർ നിക്ഷേപിക്കുകയും ചെയ്യുന്നത്. ഈ മൃതദേഹം കണ്ടെത്തി. ഇതിനെ തുടർന്ന് അവർ പോലീസിൽ അറിയിച്ചു. പോലീസ് നടത്തിയ കൂടുതൽ പരിശോധനയിലാണ് ഇത് പെൺകുട്ടിയുടെ മൃതദേഹമാണ് എന്ന് കണ്ടെത്തിയത്. ഒപ്പം തന്നെ പൊക്കിൾക്കൊടി പൊഴിഞ്ഞു പോയിട്ടില്ലാത്ത ഒരു സ്ഥിതിയിലുമാണ് ഈ പെൺകുട്ടിയുടെ മൃതദേഹമുള്ളത്. ഇത് കൊൽക്കത്ത സ്വദേശികളായ ഷീല ജിയാറുൽ ദമ്പതികളുടെ കുട്ടിയാണ് എന്നാണ് നാട്ടുകാരും പോലീസും സംശയിക്കുന്നത്. ഇവർ ഇപ്പോൾ നാട്ടിലില്ല. അവർ വീട് പൂട്ടി എവിടേക്കോ പോയി എന്നാണ് നാട്ടുകാരും പറയുന്നത്. പോലീസിനും ഇതേ വിവരം തന്നെയാണുള്ളത്. എന്നാൽ ഈ ദമ്പതികളുടെ മുതിർന്ന കുട്ടികൾ, 2 മൂത്ത കുട്ടികളുണ്ട്. അവർ ഈ വീട്ടിൽ ഇവിടെ തന്നെയുണ്ട്. അവർക്കും മാതാപിതാക്കൾ എവിടേക്കാണ് പോയതെന്ന് സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല. പെരുമ്പാവൂർ ASP ഹാർദിക് മീണയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നത്. ASP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ട് സ്ഥലത്തെത്തുകയും ചെയ്തു. പരിശോധനകൾ നടക്കുകയാണ്. ഇതിൽ ഈ ഷീലയോട് കുറച്ച് നാളുകളായി ഈ അയൽവാസികളും ഒക്കെ വയർ വല്ലാതെ വീർത്തിരിക്കുന്നതിന്റെ കാരണം തിരക്കുമ്പോൾ ഗ്യാസിന്റെ അസുഖമാണ് എന്ന മറുപടിയാണ് ഈ ഷീല നൽകിയത് എന്നാണ് നാട്ടുകാർ പറയുകയും ചെയ്യുന്നത്. ഏതായാലും മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള അന്വേഷണം അതായത് ഈ ഷീല ജിയാറുൽ ദമ്പതികളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഇവർ എവിടേക്കാണ് വീട് പൂട്ടി പോയിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി പത്മ. അനിൽ ജോർജാണ് വിവരങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്ന്.